നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ വടക്കൻ കേരളം. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത പദ്ധതിയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷ. ബംഗളൂരു യാത്രയ്ക്ക് ദൂരവും ചെലവും കുറയ്ക്കുന്ന പദ്ധതി. പാലക്കാട് ചിനക്കത്തൂർ പൂരത്തിന് ഒരുക്കം തുടങ്ങി. തോൽപ്പാവക്കൂത്തിന് തുടക്കം. കൊല്ലം ശാസ്താംകോട്ടയിലെ KSRTC ബസ് സ്റ്റാൻഡ് പ്രഖ്യാപനത്തിൽ ഒടുങ്ങി. അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടും പദ്ധതി നടന്നില്ല. ഗതാഗത മന്ത്രിക്ക് നിവേദനവുമായി ടൗൺ വികസന സമിതി. നാട്ടിൻപുറങ്ങൾ കീഴടക്കാൻ സൈക്കിൾ യജ്ഞം വീണ്ടും. അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടി ആറ്റിങ്ങലിൽ. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ വടക്കൻ കേരളം. റെയിൽവേ വികസനത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരു യാത്രയ്ക്ക് ദൂരവും ചെലവും കുറയ്ക്കുന്ന പദ്ധതി കാലങ്ങളായിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. മുൻവർഷങ്ങളിൽ റെയിൽവേ ബജറ്റിൽ കാഞ്ഞങ്ങാട് കാണിയൂർ പാതയ്ക്കായി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പായില്ല. പാത യാഥാർത്ഥ്യമായാൽ അജാനൂർ, പുല്ലൂർ, പെരിയ, കോടാം, ബേളൂർ, കള്ളാർ, പനത്തടി പഞ്ചായത്തുകളിലെയും കാസർഗോഡ് ജില്ലയിലെയും റെയിൽവേ വികസനത്തിന് വൻ നേട്ടമുണ്ടാകും. 6 മണിക്കൂർ കൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ബംഗളൂരിലെത്താൻ കഴിയുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരും അതേപോലെ തന്നെ മദിരാശിയിലേക്കും പോകണമെങ്കിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലെത്താവുന്ന ഒരു പാതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും സുള്യ നിവാസിയായി ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്തത് ഖേദകരമാണ്. റെയിൽവേ സംഘം പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ 5 തവണ സർവേ നടത്തി. പാത യാഥാർത്ഥ്യമാകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പാതയ്ക്ക് തലശ്ശേരി മൈസൂർ പാതയേക്കാൾ നിർമ്മാണ ചെലവ് 1/3 കുറവ്. സർവേ റിപ്പോർട്ടിൽ പാത അനുയോജ്യവും ലാഭകരവുമാണെന്നാണ് പഠനം. റെയിൽപാതയ്ക്കാകെ 1300 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കാഞ്ഞങ്ങാട് മുതൽ കാണിയൂർ വരെയുള്ള 90.5 കിലോമീറ്റർ പാതയ്ക്ക് 650 കോടി രൂപ കേന്ദ്ര സർക്കാരും ബാക്കി 650 കോടിയിൽ കേരള, കർണാടക സർക്കാരുകൾ 325 കോടി രൂപ വീതം മുടക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 40 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ബാക്കി 50.5 കിലോമീറ്റർ കർണാടകയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കർണാടക ഇക്കാര്യത്തിൽ താൽപര്യം കാണിക്കുന്നില്ല. പാതയ്ക്ക് കേരള പിന്തുണ നൽകിയെങ്കിലും കർണാടക ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ചിനക്കത്തൂരിൽ കൂത്തുമാടം കഥ പറഞ്ഞു തുടങ്ങി. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആഘോഷത്തിന്റെ രാവുകളാണ്. ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം നടക്കുക. ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ഒരുക്കം തുടങ്ങി. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിനും തുടക്കമായി. കൊടിയേറ്റം വരെയുള്ള ദിവസങ്ങളിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും. ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം. ഇനിയുള്ള രാവുകളിൽ ചിനക്കത്തൂരിലെ കൂത്തുമാടം ഉണർന്നിരിക്കും. 50 വർഷത്തെ കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവരാണ് ഈ വർഷവും കൂത്തുമാടത്തിന്റെ ചുമതല. ആദ്യ 7 ദിവസങ്ങൾ ദേശക്കൂത്തുകളും പിന്നീട് വഴിപാട് കൂത്തുകളുമാണ് നടക്കുക. രാമായണ കഥയിലെ കമ്പരാമായണം, സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് 17 രാവുകളിലായി കൂത്തിലൂടെ അവതരിപ്പിക്കുക. കൂത്തവതരണത്തിനുള്ള ക്ഷേത്ര ചടങ്ങുകളും ഏറെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ മേലേക്കാവിൽ നിന്നും പകർന്നുകൊണ്ടുവരുന്ന ദീപം കൂത്തുമാടത്തിൽ തൂക്കിയിടുന്നതോടുകൂടി കൂത്തിന്റെ ചടങ്ങുകൾ തുടങ്ങും. മേലേക്കാവിലെ ശാന്തി സന്ധ്യാവേല കൊട്ടും. ഇതിനുശേഷം മാത്രമേ മേലേക്കാവിന് മുന്നിൽ തായമ്പക ആരംഭിക്കാറുള്ളൂ. പിന്നീട് കേളിയും മദ്ദളപ്പറ്റും കുഴൽപ്പറ്റും നടക്കും. വെളിച്ചപ്പാട് താഴേക്കാവിൽ ഉറഞ്ഞുതുള്ളി പറവാദ്യത്തിന്റെ അകമ്പടിയോടെ കാവിനെ പ്രദക്ഷിണം വയ്ക്കും. മേലേക്കാവിലെത്തുന്ന വെളിച്ചപ്പാടിനെ ശാന്തി ചെണ്ട കൊട്ടി സ്വീകരിക്കും. ഭഗവതിയുടെ തിരുനടയിൽ വെളിച്ചപ്പാട് നൃത്തം വെച്ച ശേഷമാണ് കൂത്തുമാടം കൊട്ടിക്കയറൽ ചടങ്ങ്. മേലേക്കാവിൽ നിന്നും നേരെ കൂത്തുമാടത്തിലെത്തുന്ന വെളിച്ചപ്പാട് മാടത്തിനെ ഒരു വലം വെക്കണമെന്നാണ് ആചാരം. പിന്നീട് മാടത്തിൽ അരിയെറിഞ്ഞ് കൂത്തു തുടങ്ങാനുള്ള അനുവാദം നൽകും. ഒപ്പം മാടപ്പുലവർക്ക് കൽപ്പന നൽകും. ഇതിനുശേഷമാണ് മാടത്തിൽ ചെറിയ കേളിയും കുഴൽപ്പറ്റും നടക്കുക. തുടർന്ന് മാടച്ചിന്ത് പാടും.
ഇതവസാനിക്കുന്നതോടുകൂടിയാണ് മാടത്തിനുള്ളിൽ വിളക്കുമാടത്തിൽ നിരത്തിവെക്കുന്ന 22 നാളികേര മുറികളിൽ തിരിനിരത്തുക. ഒന്നാം കൂത്ത് ദിവസം നടന്ന ഡബിൾ കമ്പം കത്തിക്കൽ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് 18 പട്ടാമ്പി. വാർദ്ധക്യത്തിലെ സമ്മർദ്ദവും പിരിമുറുക്കവും മാറ്റാൻ ആഘോഷമായ ഒരു യാത്ര. പെരിയാറിലൂടെ നടത്തിയ ആ യാത്രയുടെ കാഴ്ചകൾ കാണാം. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സ്നേഹത്തണൽ എന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ ആണിവർ. പെരിയാറിലെ വനഭംഗി കണ്ടാണ് യാത്ര. 52 പേരടങ്ങുന്നതാണ് സംഘം. കാഞ്ചിയാറിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകൾ കണ്ടു. കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞു ഞാൻ. ആഗ്രഹിച്ചെത്തിയവരെ പെരിയാർ വനവും കൈവിട്ടില്ല. ആനയും മ്ലാവും കാട്ടുപോത്തുമൊക്കെയായി പെരിയാറും കാഴ്ചയുടെ വിരുന്നൊരുക്കി. തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷം. മൃഗങ്ങളെയൊക്കെ ഒത്തിരി കണ്ടു. മൃഗങ്ങൾ ആനയെ കണ്ടു, പിന്നെ കാട്ടുപോത്തിനെ കണ്ടു, പന്നിയെ കണ്ടു, മ്ലാവിനെ കണ്ടു. അങ്ങനെ മൃഗങ്ങളെ കുറേ കണ്ടു. പിന്നെ ആ സ്ഥലം എല്ലായിടവും ചുറ്റി ഒന്ന് കറങ്ങി കാണാനായിട്ടൊരു ഭാഗ്യമുണ്ടായി. യാത്രയെല്ലാം ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ വന്നു. ഞങ്ങളുടെ കൂടെ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. അവർ ഞങ്ങളെ വേണ്ട പോലെ സഹായിച്ച് സൽക്കരിച്ച് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കണ്ട് ബോട്ടയിലൊക്കെ കയറി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെ എൻജോയ് ചെയ്തു പോകുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം. മാസങ്ങൾക്ക് മുമ്പ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വയോധികർ ഒത്തുചേർന്നിരുന്നു. അവരുടെ ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കപ്പെട്ടിടത്ത് നിന്നാണ് സ്നേഹത്തണൽ എന്ന കൂട്ടായ്മ രൂപം കൊണ്ടത്. അംഗങ്ങളുടെ ആദ്യ വിനോദയാത്രയായിരുന്നു ഇത്. വളരെ സംതൃപ്തമായ ഒരു വാർദ്ധക്യം കൊടുക്കാൻ ഈ സമൂഹത്തിന് കടമയുണ്ടെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇത് പ്രാവർത്തികമാക്കാനും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടുപോയവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഇടമായി മാറുകയാണ് സ്നേഹത്തണൽ. കുറേയധികം സ്വപ്നങ്ങളുമായി സ്നേഹത്തണലും അതിലെ അച്ഛനമ്മമാരും അവരുടെ യാത്ര തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടിയായ സൈക്കിൾ യജ്ഞം വീണ്ടും നാട്ടിൻപുറത്തെത്തിയപ്പോൾ പുതുതലമുറയ്ക്ക് അത് വേറിട്ട കാഴ്ചയായി. തിരുവനന്തപുരം അവനവനഞ്ചേരിയിലാണ് കർണാടകയിൽ നിന്നുള്ള നാടോടി സംഘത്തിന്റെ സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടിയായ സൈക്കിൾ യജ്ഞം വീണ്ടും നാട്ടിൻപുറത്തെത്തിയപ്പോൾ പുതുതലമുറയ്ക്ക് അത് വേറിട്ട കാഴ്ചയായി. തിരുവനന്തപുരം അവനവഞ്ചേരിയിലാണ് കർണാടകയിൽ നിന്നുള്ള നാടോടി സംഘത്തിന്റെ സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. സാധാരണക്കാരന് ഉല്ലസിക്കാൻ മാർഗങ്ങളില്ലാത്ത കാലത്ത് സൈക്കിൾ യജ്ഞം കാഴ്ചകളുടെ മാമാങ്കമായിരുന്നു. പണ്ടുകാലത്ത് നാട്ടിൻപുറത്ത് യജ്ഞം എത്തിയാൽ അവിടുത്തെ കച്ചവടങ്ങൾ പൊടിപൊടിക്കും. കോളാമ്പിയിൽ ഉയർന്നു പൊങ്ങുന്ന റെക്കോർഡ് ഗാനങ്ങളും ഡാൻസും തമാശയും അഭ്യാസങ്ങളുമൊക്കെയായി യജ്ഞം പുരോഗമിക്കുമ്പോൾ കയ്യടിക്കൊപ്പം കാണികൾ വാരിയെറിയുന്ന നാണയത്തുട്ടുകളാണ് ഇവരുടെ വരുമാനം.
മൈതാനത്തിന്റെ നടുക്ക് കുത്തിനിർത്തുന്ന ഇരുമ്പ് പൈപ്പും കൂടാരം പോലെ അതിൽ വലിച്ചു കെട്ടുന്ന വർണ്ണത്തോരണങ്ങളും കുട്ടികൾക്ക് ഇതെല്ലാം അത്ഭുത കാഴ്ചയായപ്പോൾ പഴമക്കാരുടെ ഓർമ്മകൾ തങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിച്ചു. കർണാടകയിൽ നിന്നുള്ള സംഘമാണ് ആറ്റിങ്ങലിൽ പരിപാടി അവതരിപ്പിച്ചത്. രാത്രി 7 മണി മുതൽ 10 മണി വരെ മാത്രമായിരുന്നു അഭ്യാസം. ഇതിനൊപ്പം ഡാൻസും കാണികളുടെ മനം കവർന്നു. പഴയകാല ഓർമ്മകൾ സമ്മാനിച്ചതിന് പലരും കൈയയഞ്ഞ് സഹായിച്ചാണ് മടങ്ങിയത്. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധികയുടെ പരാതിയിൽ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ്. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ആരോപണ വിധേയരായവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ വിഭാഗം ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകും. കലയന്താനി സ്വദേശി അമ്മിണിയമ്മയാണ് പട്ടയത്തിനായി സമരം നടത്തിവന്നത്. തൊടുപുഴ കുറിച്ചിപ്പാടത്തെ കൈവശ ഭൂമി അയൽവാസി കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നുമായിരുന്നു 75-കാരിയായ അമ്മിണിയുടെ പരാതി. 2021 ആലക്കോട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കൈവശമുള്ള 10 സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണമെന്ന ആവശ്യവും അമ്മിണിയമ്മ ഉന്നയിച്ചു. പാത്തിക്കപ്പാറയിലെ തരിശുഭൂമി സമീപവാസികൾ കൈവശപ്പെടുത്തി പട്ടയം തരപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം 54 സെന്റ് തരിശുഭൂമി കണ്ടെത്തുന്നതിനായാണ് സർവേ നടത്തിയത്. 2 ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് സ്ഥലത്ത് സർവേ നടത്തിയത്. ആ 2 കൂട്ടരുടെയും കൈവശവും ഒക്കെ അളന്നു തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സർവേ കല്ലുകളെല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ആ സർവേ കല്ലുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ടയ സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പതിറ്റാണ്ടായുള്ള കൈവശ ഭൂമിയായതിനാൽ അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്നായിരുന്നു തഹസീൽദാർ റിപ്പോർട്ട് നൽകിയത്. സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയാണെന്ന വാദത്തിൽ അയൽവാസിയും ഉറച്ചു നിൽക്കുകയാണ്. ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസീൽദാർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് കൊല്ലം ശാസ്താംകോട്ടയിൽ KSRTC ബസ് സ്റ്റാൻഡ് വേണമെന്നത്. കോർപ്പറേഷൻ ആവശ്യപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയിട്ടും ബസ് സ്റ്റാൻഡ് മാത്രം സ്ഥാപിച്ചില്ല. ഇക്കാര്യത്തിൽ നടപടി തേടി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ടൗൺ വികസന സമിതി. കുന്നത്തൂർ താലൂക്ക് ആസ്ഥാനമായ ശാസ്താംകോട്ടയിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ വേണമെന്ന ആവശ്യം ശക്തമാണ്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ടൗൺ വികസന സമിതി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. ശാസ്താംകോട്ടയിൽ KSRTC ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തിയപ്പോൾ ഡിപ്പോയായി ഉയർത്തിയെന്ന് പ്രഖ്യാപനം വന്നിരുന്നു. ഡിപ്പോയ്ക്കും ഗാരേജിനും വേണ്ടി KSRTC ആവശ്യപ്പെട്ട കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളും MLAയും വ്യാപാരികളും ചേർന്ന് ഒരുക്കി നൽകിയിട്ടും ഒന്നും നടന്നില്ല. 2 ഏക്കറോളം വരുന്ന ഈ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ടൗണിലെ പഴയ ചന്തയാണ് ബസ് സ്റ്റാൻഡിനായി വിട്ടു നൽകിയത്. 14 വർഷമായി ബസ്സുകളൊന്നും ഇവിടേക്ക് വരാറില്ല. ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന 8 ബസ്സുകളിൽ ഒന്നുപോലും ഇപ്പോഴില്ല. കരുനാഗപ്പള്ളിയിൽ നിന്നും സന്ധ്യ കഴിഞ്ഞാൽ അടൂർ, കൊട്ടാരക്കര മേഖലകളിലേക്ക് സർവീസുകളില്ല. മുൻപ് രാത്രി യഥാക്രമം 7:30-നും 8:30-നും 9:30-നും പടിഞ്ഞാറേക്കല്ലട തിരുവാറ്റ ക്ഷേത്രം, മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം, കുന്നത്തൂർ തുടങ്ങിയ ഗ്രാമീണ മേഖലകളെ ബന്ധിപ്പിച്ചുള്ള സർവീസുകളുണ്ടായിരുന്നു. ശാസ്താംകോട്ട വഴി പോകുന്ന സർവീസുകളെങ്കിലും സ്റ്റാൻഡിൽ കയറാൻ നടപടി ഉണ്ടാകണമെന്നും നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ഉൾപ്പെടെയാണ് ആവശ്യം. ഇപ്പോൾ കഴിഞ്ഞ 10-16 വർഷമായി വെറുതെ കിടക്കുന്ന ഈ സ്ഥലങ്ങൾ KSRTC ഏറ്റെടുക്കുകയും ഇവിടെ ബസ് ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുകയും വേണമെന്ന വാദം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് ഭരണിക്കാവിൽ കൂടിയാണ് കൊല്ലം, തേനി, അതുപോലെ തന്നെ ഭരണിക്കാവ്, വണ്ടിപ്പെരിയാർ എന്നീ ദേശീയപാതകൾ കടന്നു പോകുന്നത്. ഈ കണ്ണങ്കാട്ട് പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ കൊല്ലം വണ്ടിപ്പെരിയാർ എന്ന നാമകരണം ചെയ്തുകൊണ്ട് പുതിയ ദേശീയപാതയും ഇതോടനുബന്ധിച്ചുണ്ടാകും. അപ്പോൾ മൺട്രോത്തുരത്തിൽ ആളുകൾക്ക് പോകുന്നതിനും അതുപോലെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നതിനും ഒക്കെ ഒരു എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ ഈ ശാസ്താംകോട്ട വഴി തന്നെ ഉപയോഗിക്കുവാൻ കഴിയും. പടിഞ്ഞാറേക്കല്ലട കണ്ണങ്കാട്ട് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയതിനാൽ കൊല്ലത്ത് നിന്നുള്ള കായംകുളം, ആലപ്പുഴ സർവീസുകൾ ശാസ്താംകോട്ട, ഭരണിക്കാവ്, ചക്കുവള്ളി വഴിയായാൽ ഏറെ കിലോമീറ്ററുകൾ ലാഭിക്കാം. ന്യൂസ് 18 ശാസ്താംകോട്ട. അപകടാവസ്ഥയിലുള്ള കണ്ണൂർ കരുവഞ്ചാലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൂണുകളും ഇരിപ്പിടവും കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. കരുവഞ്ചാലിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രം മേൽക്കൂര താങ്ങി നിർത്തുന്ന ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു. ഇരിപ്പിടത്തിന്റെ അവസ്ഥയും പരിതാപകരം. മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഷീറ്റുകളാകട്ടെ പലതും പൊളിഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്യുമ്പോഴാവട്ടെ കുട ചൂടേണ്ട അവസ്ഥ. ഇടിഞ്ഞ് തലയിൽ വീഴുമോ എന്ന ഭയത്തോടുകൂടിയാണ് വിദ്യാർത്ഥികളടക്കം ഇതിനുള്ളിൽ ബസ്സുകൾക്കായി കാത്തിരിക്കുന്നത്. മഴക്കാലം നമ്മൾ ചോർന്നൊടിച്ചും ഏത് സമയത്തും നിലമ്പുത്താവുന്ന രീതിയിലാണുള്ളത്. പഞ്ചായത്ത് അതിർത്തി പല ഇതിലും നമ്മൾ പഞ്ചായത്തിലും പരാതി കൊടുത്തു. പല ഇതിലും നമ്മൾ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ MLA 8 ലക്ഷത്തോളം രൂപ അനുവദിച്ചുവെങ്കിലും സ്ഥലം വിട്ടു നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല.
ഇതുമായി ബന്ധപ്പെട്ട പലതവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തകർന്നു വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപെങ്കിലും അധികാരികൾ ഇതൊക്കെ കാണുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് 18 ആലക്കോട്. എറണാകുളത്തെ കുട്ടമ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഒരുക്കണമെന്ന ആവശ്യം ആദിവാസി കുടിയേറ്റ മേഖലയിൽ ഉൾപ്പെടുന്ന മേഖല കൂടിയാണ് ഇവിടം. വനവും പുഴകളും ആദിവാസി കോളനികളും ദുർഘട കാട്ടുപാതകളും നിറഞ്ഞതാണ് കുട്ടമ്പുഴ. 30,000 വരും ജനസംഖ്യ. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രി വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഗോത്രവിഭാഗക്കാരായ 5000-ഓളം പേർ താമസിക്കുന്ന ഇവിടെ ആകെയുള്ള ഒരു സർക്കാർ ആശുപത്രിയാണ് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. ഒരുപാട് അകലേക്കൊക്കെ പോയി വരുമ്പോഴത്തേനും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ പ്രസവ കേസുകൾ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കൂടുതൽ ഉപകാരമായിരിക്കും. ഉൾക്കാടുകളിലുള്ള 15ഓളം ആദിവാസി കുടികളിൽ 1300-ലധികം വീടുകളിലായി താമസിച്ചു വരുന്ന ആദിവാസികൾ അസുഖം വന്നാൽ 10-30 കിലോമീറ്റർ കൊടുംവനത്തിലൂടെ രോഗികളെയും കൊണ്ട് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം. 5 മണിക്ക് ശേഷം എത്തുന്ന രോഗികൾ ഇവിടെ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കോതമംഗലത്തുള്ള ഏതെങ്കിലും ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. മഴക്കാലമായാൽ ഇവർ അനുഭവിക്കുന്ന ദുരിതം വിവരിക്കാനാകില്ല. ഇവിടെ കിടത്തി ചികിത്സ വേണം. ഞാൻ എത്രയും വേഗം എന്നോട് കോതമംഗലത്തിന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കിടത്തി ചികിത്സ വേണം. അത്യാവശ്യമായിട്ടും വേണം. ഒരു ഡോക്ടറും വേണം. കാരണം ഇവിടെ എപ്പോഴും ആളും സീരിയസായ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആശുപത്രിക്കായുള്ള ആവശ്യം ശക്തമായതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയെങ്കിലും നടപ്പിലായില്ല. കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും കിടത്തി ചികിത്സ എന്ന കുട്ടമ്പുഴക്കാരുടെ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിർധരരായ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കിടത്തി ചികിത്സ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ പറയുന്നത്. ഇതൊരു കിടത്തി ചികിത്സ ആശുപത്രിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 10-35,000-ഓളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറും. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു ആദിവാസി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ FSC ഒരു CHC ആക്കിയെങ്കിലും മാറ്റി ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്നുള്ള ചികിത്സ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് വലിയപറമ്പ് മാടക്കാൽ കടപ്പുറം നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അനുവദിച്ച ബോട്ട് 8 മാസമായി പ്രവർത്തിക്കുന്നില്ല. ഓടിക്കാൻ ലൈസൻസ് ഉള്ളവർ ഇല്ലാത്തതാണ് ബോട്ട് നിശ്ചലമാകാൻ കാരണം. നാട്ടുകാരുടെ യാത്രാ ദുരിതം കണ്ടറിഞ്ഞ എം രാജഗോപാൽ MLA-യുടെ പ്രത്യേകം താൽപര്യത്തിലാണ് ഗ്രാൻഡ്മ എന്ന പേരിൽ ആധുനിക രീതിയിലുള്ള ബോട്ട് എത്തിച്ചത്. 15.5 ലക്ഷം രൂപ ചെലവിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബോട്ട് കൂടിയാണിത്. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോട്ട് ഓടിക്കാൻ ലൈസൻസ് ഉള്ളവർ വേണമെന്ന നിബന്ധനയാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. നാട്ടിലെ കടത്തുകാർ ലൈസൻസ് ഇല്ലാത്തതിനാൽ പുറത്തുനിന്നും വരുത്തിയാണ് ആദ്യ മാസം സർവീസ് നടത്തിയത്. എന്നാൽ ഡ്രൈവറുടെ ശമ്പളവും ഇന്ധനച്ചെലവും ബോട്ടിൽ നിന്നുള്ള വരുമാനവും തമ്മിൽ ഒത്തുപോകാതായതോടെ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. അത് ഓട്ടാൻ ഒരു കുഴപ്പമില്ല. അത് ഓട്ടണമെങ്കിൽ ലൈസൻസിന്റെ ഡ്രൈവർ വേണം. ഇവിടെ ഈ വെലോറും പഞ്ചായത്തിൽ തന്നെ ആരുമില്ലാതെ എനിക്ക് തോന്നുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലൈസൻസിന്റെ ആൾ വന്നെങ്കിൽ കൊടുക്കും, ലൈസൻസ് ഇല്ലാത്തവർക്ക് കൊടുക്കൂല. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ആശ്രയമായിരുന്ന ബോട്ട് കഴിഞ്ഞ മെയ്യിലാണ് പൂർണ്ണമായും സർവീസ് നിർത്തിയത്. മാസങ്ങളായി ഉപയോഗിക്കാതായതോടുകൂടി ബോട്ട് നാശത്തിന്റെ വക്കിലാണ്. ആവശ്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഓടുന്ന ഒരു കടത്തുതോണിയാണ് ഇപ്പോൾ പ്രധാന ആശ്രയം. ന്യൂസ് 18 വലിയപറമ്പ്. NGO യൂണിയൻ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവനരഹിതർക്ക് 4ാമത്തെ വീട് നിർമ്മിച്ച് നൽകി കോട്ടയം ജില്ലാ കമ്മിറ്റി. കുറവിലങ്ങാട് കാളിക്കാവ് പൂർത്തിയായ വീടിന്റെ താക്കോൽ CPM ജില്ലാ സെക്രട്ടറി AV റസൽ കൈമാറി. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി, NGO യൂണിയൻ നേതാക്കളായ ഉദയൻ BK, സദാനന്ദ ശങ്കർ, MN അനിൽകുമാർ, KR അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് 60 അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം. കണ്ണൂർ കരിവെള്ളൂർ കുണിയൻപുഴയിലെ കണ്ടൽ സാന്ദ്രത പരിപാലിക്കാൻ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ്ബാണ് കണ്ടൽ വനവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. കുണിയൻപുഴയുടെയും സമീപത്തെ തണ്ണീർത്തടങ്ങളുടെയും സവിശേഷതകൾ പഠിക്കുന്നതിനും കണ്ടൽ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്.
പരിസ്ഥിതി പ്രവർത്തകൻ PV ദിവാകരന്റെ നേതൃത്വത്തിൽ 1000 കണ്ടൽ തൈകളാണ് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. എഴുത്താണിക്കണ്ടൽ, ഭ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ എന്നിവ നാട്ടുകാരുടെ സഹായത്തോടെ തീരങ്ങളിൽ നട്ടുപരിപാലിക്കും. മഴക്കാടുകളെ അപേക്ഷിച്ച് 30 ഇരട്ടിയിലധികം കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാനുള്ള കഴിവ് ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ആഗോള താപന നിയന്ത്രണത്തിന് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 3 തരത്തിലുള്ള കണ്ടൽ ചെടികളാണ് വെച്ചുപിടിപ്പിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭ്രാന്തൻ കണ്ടൽ, അതേപോലെ തന്നെ നല്ല കണ്ടൽ, കുറ്റിക്കണ്ടൽ, ഈ 3 കണ്ടലുകളാണ് നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായ പ്രവർത്തനത്തിലൂടെ കണ്ടൽക്കാടുകൾ വിപുലീകരിക്കാനും പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം ഉൾപ്പെടുത്തി രജിസ്റ്റർ തയ്യാറാക്കാനും പക്ഷി നിരീക്ഷണം നടത്താനുമാണ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ പ്രധാനാധ്യാപക P. മിനി കണ്ടൽനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകൻ അനിൽകുമാർ ഇടയിലക്കാട് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് പ്രതിനിധി VK നവീൻകുമാർ, ഇക്കോ ക്ലബ് കോർഡിനേറ്റർ K. രാജശ്രീ, സ്റ്റാഫ് സെക്രട്ടറി KV ഉഷ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 കരിവെള്ളൂർ. കഥകളിയെ സ്നേഹിക്കുന്നവർക്കായി തിരനോട്ടം എന്ന പേരിൽ പുസ്തകമിറക്കി ശ്രീജിത്ത് പരമേശ്വരൻ. കായംകുളത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ KR രാജീവ് പുസ്തകം പ്രകാശനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം G. കൃഷ്ണകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. കഥകളി നിരൂപകൻ ഡോക്ടർ R. നിശികാന്ത് പുസ്തകം പരിചയപ്പെടുത്തി. കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം പറയുന്നതാണ് പുസ്തകം. ഇടുക്കി പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെയും വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. പൈനാവ് MRS സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണു പ്രദീപ് IPS സല്യൂട്ട് സ്വീകരിച്ചു. 124 വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം കിളിയൂരിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിലാണ് ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം. ഇതോടെ ജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാകുകയാണ്. മാലിന്യ പ്രശ്നം ഗ്രാമജീവിതം ദുരിതപൂർണമാക്കുകയാണ്. നഗരത്തിലെ ഹോട്ടൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ തള്ളിയിട്ട് മുങ്ങുന്നത് പതിവായി. ഈ റോഡിലും തോട്ടിലുമായിട്ട് ഈ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് തീർത്തും നമ്മുടെ ഈ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുവാൻ ഇടയാകും. ഇത് വീണ്ടും ഒരു വിളപ്പിൽശാലയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റോഡും തോടും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി വേണ്ട ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുകയും നമ്മുടെ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ പഞ്ചായത്തും ബാക്കി അധികൃതരും വേണ്ട നടപടിയെടുക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പതിവായതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കിളിയൂർ പൊന്നിടിഞ്ഞാങ്കാവ് റോഡിൽ മാലിന്യം തള്ളി. വെള്ളം ഇല്ലാത്തവർ വന്ന് ഇഷ്ടം പോലെ കുളിക്കും, മാങ്ങ പിടിക്കും, പല്ല് തയ്ക്കും. അങ്ങനെ 2-3 വീട്ടുകാർക്ക് കിണറും ഇല്ല, വെള്ളവും ഇല്ലാതെ അവർ ഇത് അലിയാണ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങ് താഴോട്ട് പോകണ വെള്ളം, ഈ വെള്ളം ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, കുളിക്കണവരും ധാരാളമുണ്ട്. ഇവിടെയാണ് മാലിന്യങ്ങൾ കൊണ്ട്, കുറേ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോടിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഇവിടെ ഈ ഏരിയയിലുള്ള മാത്രമല്ല, ഈ വെള്ളം ഒഴുകി പോകുന്ന എല്ലാവർക്കും പകർച്ചവ്യാധി ഉണ്ടാകും. കാരണം ഇപ്പോൾ പകർച്ചവ്യാധിയുടെ കാലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാലിന്യം മാറ്റി തന്നേ പറ്റുള്ളൂ. നമ്മുടെ ഈ ജലസ്രോതസ്സിനെയും സംരക്ഷിക്കണം നമുക്ക്. തോടിന് സമീപം 30 അടി താഴ്ചയിലാണ് മാലിന്യം തള്ളിയത്. ഇതോടെ ജലസ്രോതസ്സും മലിനമായി. മാലിന്യ ചാക്കുകളിൽ നിന്നും ലഭിച്ച അഡ്രസ് തിരുവനന്തപുരം നഗരത്തിലുള്ള പല സ്ഥാപനങ്ങളുടേതുമാണെന്ന് കണ്ടെത്തി. മുമ്പേ കൊണ്ടിടുമായിരുന്നു കുറേയൊക്കെ വേസ്റ്റ്. അപ്പോൾ ഇത്രത്തോളം ഇല്ലായിരുന്നു, കുറേശ്ശെ വേസ്റ്റുകളൊക്കെ അപ്പോഴും കൊണ്ടിടുമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നിറച്ചായത് കാരണം ഇപ്പം നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് ഇവിടെ മൊത്തം കുറേ പിള്ളേർക്കെല്ലാം ആസ്മ രോഗങ്ങളൊക്കെ ഉള്ളതാണ്. വലിയവർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് അല്ലാതെ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് തലങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുമ്പോൾ നഗരമാലിന്യങ്ങൾ വൻതോതിൽ ഇവിടെ തള്ളി മുങ്ങുന്നത് കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 പാറശാല. റബ്ബർ വില നിശ്ചയിക്കുന്നതിൽ അപാകതയുണ്ട് എന്നാരോപിച്ച് കർഷകർ രംഗത്ത്. വിപണി വിലയും കർഷകർക്കുള്ള വിലയും തമ്മിലുള്ള അന്തരമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ടയർ കമ്പനികൾക്ക് വേണ്ടിയാണ് റബ്ബർ ബോർഡിന്റെ നടപടിയെന്നാണ് ആരോപണം. റബ്ബർ ബോർഡ് 160 രൂപ നിശ്ചയിക്കുന്ന ദിവസം വ്യാപാരിയിൽ നിന്ന് കമ്പനികൾ വാങ്ങുന്നത് 166 രൂപയ്ക്ക്. കർഷകർക്ക് റബ്ബർ ബോർഡ് നിശ്ചയിച്ചതിനേക്കാൾ 5 രൂപ കുറച്ചാണ് കിട്ടുക. അതായത് 10 രൂപയോളം ആകെ വ്യത്യാസം. റബ്ബർ ബോർഡിന്റെ വില നിർണയത്തിലെ അപാകതയാണിതെന്ന് കർഷകർ ആരോപിക്കുന്നു.
164 രൂപയിൽ താഴെ ഒരു വിലയാണ് റബ്ബർ ബോർഡ് ഇപ്പോഴും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഇവിടുത്തെ സാധാരണ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇല്ലാതാക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് യാതൊരുവിധ ആനുകൂല്യവും നൽകാതെ കേരളത്തിന്റെ റബ്ബർ മേഖലയെ പുറകോട്ടടിക്കുന്ന റബ്ബർ ബോർഡ് ഇപ്പോൾ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് വേണ്ടി വീണ്ടും റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിലയിലെ മാറ്റത്തിനനുസരിച്ച് റബ്ബർ ബോർഡ് വില നിശ്ചയിക്കുന്നെന്നും ആരോപണമുണ്ട്. എല്ലാം ടയർ കമ്പനികൾക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. ഇത് വളരെ ആസൂത്രിതമാണ്. ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടി വിപണിയിലെ കൃത്യമായ വില നിർണ്ണയം നടത്താതെ ടയർ കമ്പനികളെ സഹായിക്കുന്ന നടപടിയാണ് റബ്ബർ ബോർഡ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വില നിശ്ചയത്തിലെ അപാകത കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും വില വർധന ഉണ്ടാകുമോ എന്നാണ് കർഷകർ ആകാംക്ഷയോടെ നോക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളത്തിൽ ആരിയെത്തും. പൊതുബജറ്റ്